അതിദാരുണമായ ഒരു സംഭവമാണിപ്പോൾ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വരുന്നത്. അവിടെ വഴിക്കടവ് വെള്ളക്കട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പന്നിശല്യം തടയാൻ വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. മറ്റ് 2 കുട്ടികൾക്ക് ഷോക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പന്നിശല്യം തടയുന്നതിന് വേണ്ടി സ്ഥാപിച്ച കെണി എന്നാണ് മനസ്സിലാകുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ജിത്തുവാണ് ഇപ്പോൾ മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ വന്യജീവി ശല്യം, വന്യജീവി ആക്രമണം നിലമ്പൂർ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്നതാണ്. ഈ കാട്ടുപന്നി ശല്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കെണികൾ അവിടെ സ്ഥാപിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ നിന്ന് ഷോക്കേറ്റാണ്, പന്നിശല്യം തടയാൻ വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 2 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നിലനിൽക്കുക കൂടി ചെയ്യുന്നുണ്ട്. 2 കുട്ടികളെയാണ് നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിപിൻ? ഉമ്മച്ചി ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത വരും. ഇവിടുത്തെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയാണ്. അല്പസമയത്തിനകം ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് വിപിൻ അറിയിക്കുന്നത്. ഏതായാലും അത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പന്നിക്കായി സ്ഥാപിച്ച, പന്നിശല്യം തടയുന്നതിനായി സ്ഥാപിച്ച കെണിയാണ്. ആ വൈദ്യുത കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടമായത്. 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അതിൽ 2 പേർക്ക് ഷോക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളുടെ നില ഗുരുതരം എന്നാണ് അറിയാൻ കഴിയുന്നത്. വന്യമൃഗശല്യം ഉള്ള ഒരു മേഖലയാണ് അത്. അവിടെയാണ് ഇത്തരത്തിൽ ഈ കാട്ടുപന്നികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ വൈദ്യുതി കെണി സ്ഥാപിച്ചിരുന്നത്. അതിൽ നിന്ന് ഷോക്കേറ്റാണ് ഒരു വിദ്യാർത്ഥി മരിച്ചത്. ഏതായാലും നാട്ടുകാർ അവിടെ ഈ വിഷയത്തിൽ സംഘടിക്കുന്നുണ്ട്. അവർ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ നിയന്ത്രിത അളവിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ അവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടായോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. വിപിൻ സി വിജയൻ വീണ്ടും ചേരുന്നുണ്ട്. വിപിനെയും 2 പേർക്ക് ഷോക്കേറ്റിട്ടുണ്ടല്ലോ. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമെന്നാണോ വിപിൻ? അതെ, 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം. നിങ്ങളുടെ സ്ഥലമാണോ? ഒപ്പം തന്നെ അപ്പോൾ എന്തെങ്കിലും അത് വൈക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശത്ത്